ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു നോട്ടിഫിക്കേഷൻ വന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു കളർഫുൾ തസ്തിക തന്നെയായ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറഞ്ഞ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് ബിടെക്കുകാർക്കും അല്ലേ, എ ഡിഗ്രി ഇൻ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിട്ടുള്ള ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റാണ്. വളരെ നല്ല സാലറിയോട് കൂടിയിട്ടുള്ള ഒരു കളർഫുൾ പോസ്റ്റ് തന്നെയാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്നത്. പൊതുവെ ഉദ്യോഗാർത്ഥികൾ കാത്തു നിൽക്കുന്ന ഒരു പോസ്റ്റാണ്. നിലവിൽ ഉള്ള IEO പോസ്റ്റിൻ്റെ ലിസ്റ്റിൻ്റെ വാലിഡിറ്റി ഈ വർഷം ഡിസംബറോട് കൂടിയിട്ട് കഴിയുകയാണ്. ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ പുതിയ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. തുടങ്ങിയാലോ? യെസ്. കാറ്റഗറി നമ്പർ 30/2024 കേട്ടോ, ഓർത്ത് വെക്കുക. 30/2024 എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയുടെ കാറ്റഗറി നമ്പർ. വ്യവസായവും വാണിജ്യവും അല്ലെ, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയിൽ നിന്നും ഓൺലൈനായി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ PSC തുളസി പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. യെസ്. പോസ്റ്റിൻ്റെ പേരെന്താണ്? ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. സാലറി അത് റിവൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ സാലറി നിങ്ങൾക്ക് ഏകദേശം അറിയാമായിരിക്കും. ദെൻ ഇത് വളരെ കൂടിയ സാലറി തന്നെയാണ്, റിവൈസ്ഡ് ആയിട്ടുള്ള സാലറിയാണ്. 50,000 മുതൽ 1,05,000 വരെയുള്ള സാലറിയാണ്. ദെൻ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ്. നിലവിൽ വേക്കൻസികൾ എത്രയാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം നിലവിൽ ലിസ്റ്റ് ഉണ്ട് അല്ലേ. ആ ലിസ്റ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് അതിനുശേഷം എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ അത് മുഴുവൻ ഇനി വരുന്ന ഈ പറയുന്ന കാറ്റഗറി നമ്പർ 30/2024 എന്നുള്ള ലിസ്റ്റിൽ നിന്ന് ആയിരിക്കും. നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ ഒരു സാധനം വന്നിട്ടുണ്ടാവില്ല കേട്ടോ. നിലവിൽ ഗസറ്റ് വിജ്ഞാപനമാണ് വന്നിട്ടുള്ളത്. മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ പറയുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ദിവസങ്ങളിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. മിക്കവാറും നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇത് നിങ്ങളുടെ പ്രൊഫൈലിൽ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനും സാധിക്കും. ദെൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പ്രായപരിധി 18 മുതൽ 36 വരെ. യോഗ്യത എന്താണ്? ഏതെങ്കിലും വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദം അല്ലേ. ഏത് ബ്രാഞ്ചുകാർക്കും ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ മികച്ച ഒരു പോസ്റ്റ് തന്നെയാണ്. നല്ല പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യുക തന്നെ വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ. അത് നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. 125/2018 എന്നുള്ളതായിരുന്നു കാറ്റഗറി നമ്പർ. ദെൻ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ കണ്ടോ, 35,000 മുതൽ 75,000 വരെ. അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കെയിൽ ഓഫ് പേ. നിലവിൽ സ്കെയിൽ ഓഫ് പേ റിവൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ദെൻ അതിൻ്റെ ഗസറ്റ് ഡേറ്റ് 2018 ദെൻ നിങ്ങൾ നോക്കിയേ, OMR എക്സാമിനേഷൻ 2019 ഡിസംബർ 3. ദെൻ ഷോർട്ട് ലിസ്റ്റ് വന്നു, റാങ്ക് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പം ഏകദേശം 75ഓളം പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ദെൻ അത്രത്തോളം പേര് തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൻ്റെ വേക്കൻസികൾ കണ്ടോ, ഇത്രയും നിലവിലുള്ള വേക്കൻസികൾ ആ ഒരു ലിസ്റ്റിൽ നിന്നും എടുത്തു കഴിഞ്ഞു. നോക്കിയാലോ, അതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയാലോ. യെസ്, നിലവിൽ 57 പേർക്ക് അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറി 46. ദെൻ ബാക്കിയുള്ള കാറ്റഗറീസിൽ പോയിട്ടുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ദെൻ ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 29/12/2023 ഏറ്റവും ലാസ്റ്റായിട്ട് അഡ്വൈസ് പോയിട്ടുള്ളത്. ദെൻ ഈ ഒരു ലിസ്റ്റ് നിലവിൽ വന്നത് 8/12/2021. ദെൻ ഇതിൻ്റെ വാലിഡിറ്റി 7/12/2024 വരെ ഉണ്ടാകും കേട്ടോ. ഇതുവരെ ഈ ഒരു ഡേറ്റ് വരെ നിലവിലുള്ള ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ടാവും. അതിനുശേഷമായിരിക്കും നമ്മുടെ 30/2024 എന്നുള്ള പുതിയ IEOയുടെ ലിസ്റ്റ് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ സിലബസ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടു. ഏത് എഞ്ചിനീയറിംഗ് ബിരുദമുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ സിലബസിൽ കുറേയധികം എഞ്ചിനീയറിംഗ് ടോപ്പിക്കുകൾ ഉണ്ടാവും അല്ലേ. ഏതൊക്കെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ടോപ്പിക്കുകൾ? സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. ഏകദേശം 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ സിവിൽ ഉണ്ടായിരുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ദെൻ ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അത് രണ്ടിനും കൂടിയിട്ട് ഏകദേശം 20 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 20 മാർക്ക്, ഇലക്ട്രോണിക്സിൽ നിന്നും 20 മാർക്ക്,
കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും 20 മാർക്ക്. അങ്ങനെ 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ടോ? അതുകൊണ്ട് തന്നെ നിരവധി എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളുടെ വിഷയങ്ങൾ സിലബസിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും എല്ലാം പഠിച്ചിരിക്കണം അല്ലേ. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥി ഇലക്ട്രിക്കൽ മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ നിർബന്ധമായിട്ടും സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിരിക്കണം. സോ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യണം? സപ്പോസ് നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമിനെ കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം, സിലബസ് പ്രകാരമുള്ളത് കേട്ടോ. പിന്നെ ഡീറ്റെയിൽഡ് സിലബസ് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ കഴിഞ്ഞ പരീക്ഷയുടെ സിലബസ് ആണുള്ളത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നിലവിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക കേട്ടോ. സിവിൽ എഞ്ചിനീയറിംഗിലെ മിക്കവാറും ഏതൊരു ടെക്നിക്കൽ എക്സാമിനും പഠിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മൊത്തം നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ഇലക്ട്രിക്കലിലും ഇലക്ട്രോണിക്സിലും കമ്പ്യൂട്ടർ സയൻസിലും മെക്കാനിക്കലും ദെൻ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസങ്ങളിലായിട്ട് അത് നിങ്ങളുടെ PSC പ്രൊഫൈലിൽ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവരും എന്ത് ചെയ്യുക, അവസാനത്തെ തീയതി വരുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്, കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നിലവിലെ ലിസ്റ്റിന് ഡിസംബർ വരെ വാലിഡിറ്റി ഉണ്ടല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കരുത്. സപ്പോസ് നിങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ നിർബന്ധമായിട്ടും പഠനം വേഗത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്